Welcome to all. I am Satish Kumar. വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്. ഇന്ന് ഒരു വയറിംഗ് ടെക്നിക്കുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് സൂപ്പർ ടണൽ വയറിംഗ് ആണ്. അതായത് നമ്മൾ നേരത്തെ പല വയറിങ്ങുകളും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ടണൽ വയറിങ്ങിന്റെ തന്നെ 2-3 ടൈപ്പുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. എന്നാൽ ഇത് സൂപ്പർ ടണലാണ്. സൂപ്പർ ടണൽ എന്ന് പറഞ്ഞാൽ ഇനി ഇതിന്റെ വലുത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ അതൊക്കെ നമുക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങളായതുകൊണ്ട് ഇതാണ് ഏറ്റവും അവസാനത്തെ ടണൽ വയറിംഗ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സാധനത്തിന് നമുക്കിനി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് വേണ്ടത് SPDT അഥവാ 2-way സ്വിച്ച് ആണ്. ഇത് ഞാൻ ഇനി പറയേണ്ട കാര്യമല്ല, നമുക്ക് എന്താണ് അതിനകത്ത് കോമണും എല്ലാം നിങ്ങൾക്ക് പല വീഡിയോകളിലും കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, രണ്ടാമത് നമുക്ക് വേണ്ടത് ബാറ്റൺ ഹോൾഡറും ഇൻകാൻഡസന്റ് ലാമ്പും ആണ്. അതെന്ന് പറയുന്നത് നമുക്ക് ഇതുപോലത്തെ 6 സ്വിച്ചുകൾ വേണം, അതേപോലെ തന്നെ 6 ഹോൾഡറും 6 ലൈറ്റും വേണം. പിന്നെ വേണം നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വയർ 1 square mm ആണ് നമുക്ക് ആവശ്യം. കോപ്പർ വയർ വേണം, അത് നമ്മൾ കുറച്ച് വയർ എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആ വീഡിയോ അപ്പോൾ ആദ്യം നമ്മൾ ആ കണക്ഷൻ ഡയഗ്രത്തിലേക്ക് പോകാം. കണക്ഷൻ ഡയഗ്രം തീർന്ന ശേഷം നമുക്ക് വീഡിയോ കൊണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സപ്ലൈ വെച്ചിട്ടുണ്ട്. 240 വോൾട്ടിന്റെ സിംഗിൾ ഫേസ് സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. ന്യൂട്രലും ഫേസും, അതുപോലെ 6 ലൈറ്റുകൾ അടുക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ 6 സ്വിച്ചുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഞാനിവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടിലേക്കും ന്യൂട്രലും ഫേസും വയർ ചെയ്യാം. മുകളിലെ ന്യൂട്രല്, താഴെ ഫേസ്. ടണൽ വയറിങ്ങിന് എല്ലാം ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ടണൽ വയറിങ്ങിന്റെ ഇതിനകത്തുള്ള ഈ വയറിങ്ങിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കാരണവശാലും സെന്റർ പോയിന്റിൽ ഈ പറഞ്ഞ ഒരു വയറുകളും മാറി വന്നു പോകരുത്, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. അടുത്ത നമുക്ക് ഫസ്റ്റ് സ്വിച്ചിന്റെ കോമൺ പോയിന്റിൽ നിന്നും ഒരു വയർ എടുത്ത് L1ലേക്ക് കൊടുക്കാം. L1 എന്ന് പറഞ്ഞാൽ ലാമ്പ് 1ന്റെ ഒരു പോയിന്റിലേക്ക് കൊടുക്കാം. വീണ്ടും അവിടെ നിന്ന് തന്നെ L2ലേക്കും L3ലേക്കും കൊടുക്കണം. അതായത് S1ന്റെ കോമണിൽ നിന്ന് വരുന്ന സാധനം L1, L2, L3യുടെ ഓരോ ടെർമിനലുകളിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, ഇനിയോ S2ന്റെ കോമൺ പോയിന്റിൽ നിന്നും ഒരു വയർ എടുത്ത് ലാമ്പ് 1ന്റെ അടുത്ത പോയിന്റിൽ കണക്ട് ചെയ്യണം. തീർന്നില്ല, അവിടെ നിന്നും അതേ ടെർമിനലിൽ നിന്ന് തന്നെ ലാമ്പ് 4ന്റെ ഒരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ വയറിംഗ് കംപ്ലീറ്റ് ആയത് L1 മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത വീണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നു, S3യുടെ കോമണിൽ നിന്നൊരു വയർ എടുത്ത് L2ന്റെ ഇനി ബാലൻസ് ഉള്ള ഒരു പോയിന്റ് കൊടുക്കുക. അവിടെ നിന്ന് തന്നെ L5ലേക്കും കൊടുക്കുക. അപ്പൊ L1 കൊടുത്തതുപോലെ തന്നെ L4 കൊടുത്തു, ഇനി L2 കൊടുക്കുന്നത് L5 കൊടുക്കണം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് S4ൽ നിന്നും കോമൺ ടെർമിനലിൽ നിന്നുള്ള വയർ എടുത്തിട്ട് നേരെ L3 കൊടുക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇനിയിപ്പോ അടുത്ത നേരെ L5 കൊടുക്കുന്നുണ്ടോ അല്ലേ? ഇല്ല, അങ്ങനെ നമുക്ക് നോക്കാം. നേരെ L6ലേക്ക് കൊടുക്കണം, ഇതേ വയർ തന്നെ. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് ഏകദേശം ഉറപ്പായി 3 ടെർമിനൽ ബാക്കിയുണ്ട്, ലാമ്പിന്റെ 3 ടെർമിനൽ ബാക്കിയുണ്ട്, സ്വിച്ചിന്റെ 2 ടെർമിനൽ ബാക്കിയുണ്ട്. അപ്പൊ ഇനി ഇത് എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? നമുക്കത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. അടുത്തത് നമ്മള് S5ന്റെ കോമണിൽ നിന്നെടുത്ത് L4ൽ കൊടുത്തു. അപ്പൊ നിങ്ങൾ വീണ്ടും ആകാംക്ഷയോടെ കാത്തിരിക്കാൻ അടുത്ത് എങ്ങനെ ആയിരിക്കും. ഒന്നുമില്ല, നമ്മൾ അവിടെ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞല്ലോ S6ന്റെ കോമണിൽ നിന്നും ഒരു വയർ എടുത്ത് നേരെ L5ലേക്ക് ഫൈനലി ഫിനിഷ് ചെയ്യുന്നു. ആ കോമണിൽ നിന്ന് തന്നെ, അതായത് S6ന്റെ കോമണിൽ തന്നെ എടുത്ത് L6ലും കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഇത്രയും എത്തി കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ വയറിംഗ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ആദ്യത്തെ സ്വിച്ച് നിങ്ങൾക്ക് കാണാം, 6 സ്വിച്ചുകളുണ്ട്. 6 2-way സ്വിച്ചും 6 ലൈറ്റുകളുണ്ട്. ഞാൻ ഒന്നാമത്തെ സ്വിച്ച് അങ്ങ് ഇട്ടപ്പോൾ 1, 2, 3 ലൈറ്റുകൾ കത്തി. L1, L2, L3 കത്തി. ഇനി ഞാൻ രണ്ടാമത്തെ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഒന്നാമത്തത് അണഞ്ഞിട്ട് 2, 3, 4 കത്തി. ഇനി ഞാൻ മൂന്നാമത്തെ സ്വിച്ച് അങ്ങ് ഡൗൺ ചെയ്യാണ്. അപ്പോൾ 1, 2 അണഞ്ഞു. ഇനി 3, 4, 5 കത്തി.
ഇനി നാലാമത്തേലേക്ക് ഞാൻ പോകുന്നു. 3 അണഞ്ഞു, 4, 5, 6 കത്തി. ഇനി നമുക്ക് ഞാനിവിടെ 6 വച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് അടുത്തേലിതാ 2 ലൈറ്റേ കത്തും. ശരിക്കും 7 ലൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് 3 കത്തണം. ഇനി വീണ്ടും ലാസ്റ്റ് സ്റ്റെപ്പ് എല്ലാം ഓഫായി. നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിലും 2, 3 ആദ്യത്തെ അണഞ്ഞിട്ട് 3 അടുത്ത അണഞ്ഞിട്ട് 3 വീണ്ടും അടുത്ത അണഞ്ഞ് 3 ഇപ്പുറത്തെത്തിയപ്പോൾ ഓൾ ഓഫായി. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ എമർജൻസി സിറ്റുവേഷൻ എല്ലാ ലൈറ്റും ഓൺ ചെയ്യണം. 1, 4, 5. 1, 4, 5 അല്ല, സോറി, 1, 5, 6 ഓൺ ചെയ്യുമ്പോൾ എല്ലാ ലൈറ്റുകളും കത്തും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2, 3, 4 എല്ലാ ലൈറ്റുകളും കത്തും. അപ്പോൾ 1, 5, 6 അല്ലെങ്കിൽ 2, 3, 4. ഓക്കെ. അപ്പോൾ സൂപ്പർ ടണൽ വയറിങ്ങിന്റെ സർക്യൂട്ട് ഡയഗ്രവും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അതേ കാറ്റഗറിയിലുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമന്റുകൾ ഞങ്ങൾക്ക് വളരെയേറെ വിലപ്പെട്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.